സൗമ്യ വധക്കേസിലെ പ്രതി ജയിൽ ചാടി. ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. പുലർച്ചെ 5 മണിക്ക് ജയിൽ അധികൃതർ അഭാവം ശ്രദ്ധിച്ചു. 1:15 രക്ഷപ്പെട്ടത്. തുണികൊണ്ട് കയറുണ്ടാക്കി മതിൽ ചാടിക്കിടന്നാണ് രക്ഷപ്പെട്ടത്. പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിനാൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. 2011 സൗമ്യയെ ആക്രമിച്ച കേസിൽ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ചു. ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും പിന്നീട് ജീവപര്യന്തം തടവായി ഇളവ് ചെയ്തു. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമിയിലൂടെ ഗോവിന്ദച്ചാമിയുടെ ഗോവിന്ദച്ചാമിയെ പിടികൂടുകയാണ്. തത്സമയം കാണാം പ്രേക്ഷകർക്ക് ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. കളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരുന്നു ഗോവിന്ദച്ചാമിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിന്റെ എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസ് വഴി കാണാം. ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു. ഗോവിന്ദച്ചാമി പിടിയിലാവുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കൊടും കുറ്റവാളിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. പിടിക്കുന്ന ദൃശ്യങ്ങളാണ്. പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് കൈവിടുക.